ചേച്ചി ഇന്ന് വൈകിയോ? ഇന്ന് വൈകി. രാവിലെ മഴക്കോളും മഴയാറ്റിലും ഒക്കെ ആയിരുന്നു. പ്ലാസ്റ്റിക് ഇട്ടില്ല. എല്ലാ വർഷമൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ ഇടുന്നതാണ്. ഇത്തവണ ഇട്ടില്ല. അല്ലാത്തപ്പോഴൊക്കെ രാവിലെ എത്ര മണിക്ക് ഇറങ്ങും? രാവിലെ 5:30 ആകുമ്പോഴേ ഞങ്ങൾ രണ്ടുപേരും കൂടെ പത്രം ഇടാനങ്ങ് പോകും. പത്രം ഇട്ടിട്ട് വന്ന് എല്ലാ വീടുകളിലും ദേശാഭിമാനി പത്രം ഇട്ട ഏജൻറ്റാണ്. പത്രം ഇട്ടിട്ട് വന്ന് ടാപ്പിലേക്ക് അടക്കുക. നേരത്തെ മലയിൽ കുറേ വസ്തു ഉണ്ടായിരുന്നു. അവിടെ റബ്ബർ ഉണ്ടായിരുന്നു. അതും വെട്ടിയിട്ട് ഒന്നിടെ വിട്ടായിരുന്നു ഈ റബ്ബർ വെട്ടിക്കൊണ്ടിരുന്നത്. ഒരു 7:30 ആകുമ്പോഴത്തേക്ക് വെട്ട് കഴിയും. പിന്നെ പാലൊക്കെ എടുത്ത് എപ്പോൾ പോകും? പാലെടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് ഒട്ടുപാലാക്കും. സമയത്തിൻ്റെ അനുസരിച്ചാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അങ്ങ് ഒട്ടുപാലാക്കും. ഇല്ലെങ്കിൽ പാലെടുക്കാൻ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ജില്ലാ പഞ്ചായത്ത് മെമ്പറല്ലേ എന്നും പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പം പ്രോഗ്രാമിൻ്റെ സമയം അനുസരിച്ചാണ് കറയെടുപ്പ്. ഇല്ലെങ്കിൽ ആസറ്റ് ഒഴിച്ച് ഒട്ടുപാലായിട്ട് എടുക്കും. അപ്പോൾ സമയമുണ്ടെങ്കിൽ ഷീറ്റാകും, അല്ലെങ്കിൽ ഒട്ടുപാൽ. കറയെടുക്കാൻ നേരം ഉണ്ടെങ്കിൽ കറയങ്ങ് എടുക്കും. അല്ലെങ്കിൽ ഹസ്ബൻഡ് തന്നെ എടുക്കണം. ഹസ്ബൻഡിന് ഒരു അറ്റാക്കൊക്കെ വന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഇത് മൊത്തം എടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ആസറ്റ് ഒഴിച്ച് ഒട്ടുപാലാക്കി എടുക്കും. ജില്ലാ പഞ്ചായത്ത് ചിറ്റാർ ഡിവിഷൻ പ്രതിനിധിയാണ് ലേഖ സുരേഷ്. രാത്രി മഴ കനത്തില്ലെങ്കിൽ സ്വന്തമായുള്ള 200 മൂട് റബ്ബർ കൂടി ടാപ്പ് ചെയ്ത ശേഷമേ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങൂ. കാലങ്ങളായി ഇതാണ് ശീലം. നേരത്തെ കുറച്ച് ആടൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പം അതൊക്കെ എന്ത് ചെയ്യും? 10-30 ആടുണ്ടായിരുന്നേ. അപ്പം ഹസ്ബൻഡിന് ഇങ്ങനെ വയ്യ, വീട്ടിൽ ഇച്ചിരി സാമ്പത്തിക പ്രശ്നമൊക്കെ വന്നപ്പോൾ ഈ ആടിനെയൊക്കെ അങ്ങ് കൊടുത്ത് ഒരുമാതിരിയൊക്കെ അങ്ങ് കടങ്ങളങ്ങ് വീട്ടി. ഇനിയിപ്പോൾ ഉടനെ മേടിക്കണം. 1.5 ലക്ഷം രൂപ മുടക്കി തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ വെച്ചൊരു നാട്ടും കൂടൊക്കെ പണിതാണ്. കൂടിങ്ങനെ വേസ്റ്റായി കിടക്കുക. ചേച്ചി പിന്നെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ സമയത്തും രാവിലെ ഇത് തന്നെയായിരുന്നോ? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അല്ല, അതിനു മുമ്പ് നേരത്തെ 10 വർഷം കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. അന്നേരം ഇതൊക്കെ തന്നെയായിരുന്നു പണി. ഈ പണിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു എല്ലാത്തിനും പോകുന്നത്. പൊതുപ്രവർത്തനത്തിന്റെ സമയം കണക്കിലെടുത്താണ് ടാപ്പിംഗ് അടക്കം ഇതര ജോലികളുടെ ക്രമീകരണം. അപ്പോൾ ഈ വെട്ടിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ച് ചെല്ലേണ്ടി വന്നാൽ എന്ത് ചെയ്യും? എമർജൻസി ആണെങ്കിൽ പോകും, അന്നേരം തന്നെ അങ്ങ് പോകും. അല്ല ഇനിയും അത് വെട്ട് കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതിയോ എന്ന് ഞാൻ ചോദിക്കും. ചിലപ്പോൾ ആശുപത്രി കേസ് കേട്ടാണ് ഒരു വണ്ടിയുടെ ആവശ്യമാണെന്നെങ്കിലേ ഫോണിൽ കൂടെ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഫോണിൽ കൂടെ അങ്ങ് ഓപ്പറേറ്റ് ചെയ്യും. ഇനി അല്ല ഒരു മരണമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ട് നിർത്തി അങ്ങ് പോകും. അപ്പോൾ ആ ദിവസം ഷീറ്റില്ല, എല്ലാം ഒട്ടുപാല. ഹസ്ബൻഡ് പിന്നെ പോയി ആസറ്റ് അങ്ങ് ഒഴിച്ചോളൂ. ചുമ്മിക്കൊണ്ട് വരാനാ പാട്, ഒഴിച്ചോളൂ. അപ്പോൾ ഈ രാവിലെയൊക്കെ പഞ്ചായത്തിൻ്റെ മീറ്റിംഗ് വന്നാൽ ആ ദിവസം വെട്ട് മുടങ്ങും. ആ ദിവസം വെട്ട് മുടങ്ങും. നേരത്തെ മീറ്റിങ്ങിനൊക്കെ അറിയിപ്പ് കിട്ടുമല്ലോ. അപ്പം ചിലപ്പം നാളെ പോകാൻ പറ്റത്തില്ലെങ്കിൽ 2 ദിവസം അടുപ്പിച്ചങ്ങ് വെട്ടും. പിന്നെ ചിലപ്പം 2 ദിവസം അടുപ്പിച്ച് പ്രോഗ്രാമാണെങ്കിൽ 2 ദിവസം അടുപ്പിച്ച് വെട്ടത്തില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വരുന്നതെന്ന്. എല്ലാ ജില്ലാ പഞ്ചായത്ത് മത്സരിക്കുന്ന സമയത്തും റബ്ബർ വെട്ടിയിട്ടാണ് 8:30-9 മണിയൊക്കെ ആകുമ്പോൾ അപ്പോൾ ഇച്ചിരി നേരത്തെ അങ്ങ് പോകും, വെട്ടിയിടും. അന്നൊക്കെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്തെല്ലാം റബ്ബർ വെട്ടിയിടത്തേ ഉള്ളൂ. ഞാൻ ഷീറ്റാക്കാൻ ഇറങ്ങിയതാ. ചേച്ചിയോട് സംസാരിച്ച് ഇന്ന് സമയം പോയി. ഇനിയിപ്പോൾ ഒട്ടുപാലാക്കാം. ക്യാമറമാൻ ജയചന്ദ്രൻ മുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.